നമസ്കാരം. സമൂഹവും മനുഷ്യരും ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തരായിട്ടുള്ള വ്യത്യസ്ത സ്വഭാവമുള്ള ഒരുപാട് മനുഷ്യരുണ്ട് നമുക്കിടയിൽ. അത്തരത്തിലുള്ള ഒരു വ്യത്യസ്ത സ്വഭാവത്തെക്കുറിച്ചാണ് ഇന്നത്തെ ടോപ്പിക്ക്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. ചില വ്യക്തികളുണ്ട്, നമ്മളോട്ട് വലിയ അടുപ്പം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അടുപ്പമോ താല്പര്യമോ നമ്മളോട് കാണിക്കത്തില്ല. പക്ഷേ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ഇടപെടും, നമ്മളെ നിയന്ത്രിക്കാൻ ശ്രമിക്കും, നമ്മുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന പോലെ നമുക്ക് തോന്നും. പേരിന് പോലും ഒരു ബന്ധുവോ സുഹൃത്തോ ആയിരിക്കില്ല. ഇങ്ങനത്തെ സ്വഭാവമുള്ള വ്യക്തികൾ മിക്കവരുടെയും ജീവിതത്തിൽ കാണും. ഇവരുടെ ഈ സ്വഭാവത്തെ വിളിക്കുന്ന പേരാണ് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, അല്ലെങ്കിൽ ആധിപത്യ മനോഭാവം. ഏതെങ്കിലും ഒരു വസ്തുവിലോ ഒരു വ്യക്തിയിലോ ആവശ്യമില്ലാതെ അനാവശ്യമായി കയറുന്ന കടന്നുകയറ്റം, നിയന്ത്രണം അല്ലെങ്കിൽ ആധിപത്യം, ഇതൊക്കെയാണ് ഈ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനം. ഈ സ്വഭാവമുള്ള വ്യക്തികൾ ചിന്തിക്കുന്നത് തനിക്ക് മുകളിൽ ആരുമില്ല, എല്ലാവരും തനിക്ക് താഴെയാണ്, ആരെയും എന്തു വേണേലും പറയാം, ഞാൻ പറയുന്നത് മാത്രം എല്ലാവരും ചെയ്യണം എന്നൊക്കെയാണ്. ഒരാൾക്ക് ഇങ്ങനൊരു സ്വഭാവം ഉണ്ടാകാൻ പല കാരണങ്ങളുണ്ട്. സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള മാതാപിതാക്കളുടെ കുട്ടികൾ ഇതേ സ്വഭാവത്തിൽ തന്നെ വളർന്നു വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് റാഗിങ് കണ്ടിട്ടുള്ളവരും അല്ലെങ്കിൽ നേരിട്ടിട്ടുള്ളവരുമായിരിക്കും. റാഗ് ചെയ്യാൻ വരുന്ന കുട്ടികളുടെ മനോഭാവം ഏകദേശം ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് തന്നെയാണ്. സീനിയേഴ്സ് ആണെങ്കിൽ ജൂനിയേഴ്സ് തനിക്ക് താഴെയുള്ളവരാണ്, അവരോട് തങ്ങൾക്ക് എന്ത് വേണേലും പ്രവർത്തിക്കാം എന്നുള്ളൊരു മനോഭാവം. ഇതിൻ്റെ പരിണിത ഫലമെന്നോണം റാഗ് ചെയ്യപ്പെട്ടവരിലും ഈ സ്വഭാവം കടന്നു കയറാനുള്ള ചാൻസ് കൂടും. അവരുടെ മനസ്സിൽ അപ്പോൾ തോന്നുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചു, അതുമല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ചു, അപ്പോൾ ഞങ്ങൾക്ക് താഴെയുള്ളവരോടും ഞങ്ങൾക്കിതൊക്കെ ചെയ്യിക്കാനുള്ള അധികാരമുണ്ട്. ഇതിൻ്റെ ഫലമെന്ന് പറയുന്നത് പിന്നീട് ക്യാമ്പസുകളിൽ ഇതൊരു സൈക്കിൾ പോലെ പ്രവർത്തിക്കും. ഒരുപാട് കുട്ടികൾ ഇതിൻ്റെ പേരിൽ ചൂഷണം ചെയ്യപ്പെടും. നിയന്ത്രിക്കാത്ത പക്ഷം ഇത് പിന്നീട് ഒരു സ്വഭാവ ദൂഷ്യമായിട്ട് തന്നെ മാറും. ഈ സ്വഭാവത്തിൻ്റെ പേരിൽ മറ്റുള്ളവരെ നിങ്ങൾ അവഗണിക്കുകയും അടുപ്പം കാണിക്കാതെ മാറിപ്പോവുകയും ചെയ്യുന്നു. ഒട്ടുമിക്ക ബന്ധങ്ങൾ നശിപ്പിക്കാനും അതുപോലെ ഒട്ടുമിക്ക സാമൂഹ്യ വിരുദ്ധരെ സൃഷ്ടിക്കാനും ഈ സ്വഭാവം കാരണമാകും. ഇപ്പോഴത്തെ സാമൂഹ്യ വിരുദ്ധമായ കുറ്റങ്ങൾ എടുത്തു നോക്കിയാൽ സുപ്പീരിയോറിറ്റി കോംപ്ലക്സിനും അതിനൊരു പങ്കുള്ളതായിട്ട് നമുക്ക് കാണാം. വിവാഹത്തിന് ശേഷം ഒരുപാട് പെൺകുട്ടികൾ പങ്കാളികളുടെ ഈ സ്വഭാവം കാരണം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നത് നമ്മൾ കേട്ടിട്ടുമുണ്ട്. ചിലരാകട്ടെ അതിനെ അതിജീവിക്കുകയും എന്നാൽ വേറെ ചിലർ അതിനിരയായിട്ട് മാറുകയും ചെയ്യും. ഒരു പരിധിയിൽ കവിഞ്ഞ സുപ്പീരിയോറിറ്റി എവിടെയും കാണിക്കാതിരിക്കുക, ആവശ്യമുള്ളിടത്ത് മാത്രം അത് ഉപയോഗിക്കുക. നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ മനസ്സും ഒന്നറിയാൻ ശ്രമിക്കുക, അവരും മനുഷ്യരാണെന്നുള്ളൊരു ബോധത്തോടെ പെരുമാറുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.